ഇത് ഇവന്റെ ശരീരത്തിലോട്ട് അങ്ങോട്ട് ഫിറ്റ് ചെയ്ത് വെക്കേ. വേണ്ട വേണ്ട, മര്യാദക്ക് നിക്കടാ. അയ്യോ ഇവിടെ അനങ്ങാണ്ട് നിക്കടാ. റിമോട്ട് എടുക്ക്. ഞങ്ങള് പറയുന്നത് അതേപടി നീ ചെയ്തില്ലെങ്കിൽ ദേ ഇത് കണ്ടോ, ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താ മതി. അയ്യോ ഒന്നും ചെയ്യല്ലേ. നീയേ പൊട്ടിത്തെറിക്കും. നിന്റെ പിന്നാലെ ഞങ്ങളുണ്ട്. ഏതാണ്ടൊരു 200-300 മീറ്റർ വരെ ഇതിന് റേഞ്ച് ഉണ്ട്. അയ്യോ എന്നെ കൊല്ലരുത്. മരിക്കാതിരിക്കാനുള്ള മാർഗമായി പറയുന്നേ. ഞങ്ങൾ പറയുന്നത് കേൾക്കണം, അക്ഷരം പ്രതി അനുസരിച്ചോണം. ഞാൻ എന്തുവേണം അനുസരിച്ചോളാം ചേട്ടാ. കാശ് വാങ്ങിയിട്ട് നിരപരാധികളെ ക്രൂശിക്കുമ്പോ പിന്നാലെ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് ഓർക്കണമായിരുന്നു. ഞാൻ ആരെയും ക്രൂശിച്ചിട്ടില്ല ചേട്ടാ. പിന്നെ ആരാടാ തോമസ് സാറിന്റെ വണ്ടിയിൽ കഞ്ചാവ് വെച്ചത്? ഓഹോ, അതിവന്റെ നാവുകൊണ്ട് ഇവനാണെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ. സത്യം പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് മിഷൻ ആരംഭിക്കാം. അയ്യോ, ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ഞങ്ങൾ തന്നെ ചെയ്തോളാം. നീ ഇപ്പൊ തന്നെ കത്തിപ്പിക്കോ. ഏയ് വേണ്ട വേണ്ട ചേട്ടാ, ഞാൻ തന്നെയാണ് ചെയ്തത്. ആ ആണല്ലോ. എന്നാലേ പകരത്തിന് പകരം അത് ചെയ്യണം നീ. ഇനി നിനക്ക് ജീവിക്കാൻ അതല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല. ചെയ്തോളാം. നിങ്ങൾ പറയുന്ന എന്തും ഞാൻ ചെയ്തോളാം. ഇനി നീ എന്ത് ചെയ്യണമെന്ന് ഞങ്ങളെ വിശദമായിട്ട് പറഞ്ഞുതരാം. വാ. അത് ഒരു മടിയും കൂടാതെ അങ്ങ് ചെയ്താൽ മാത്രം മതി. ഓക്കെ അല്ലേ? ആ എടാ, കഞ്ചാവ് കേസിൽ നീ ഇതിനു മുമ്പ് അകപ്പെട്ടിട്ടുണ്ടല്ലോ. എടാ, എന്നിട്ട് നിനക്ക് അറിയാതെ പോയല്ലോ ചില സത്യങ്ങള്. എന്താ സാറേ? എടാ, കണ്ടു കിട്ടുന്ന കഞ്ചാവിന്റെ ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ എടാ മണ്ട പ്രതിക്ക് സ്റ്റേഷൻ ജാമ്യം കിട്ടടാ. അതുകൊണ്ട് വെക്കുമ്പോ ക്വാണ്ടിറ്റി കൂട്ടി വെക്കണം. ഇനി അങ്ങനെ തന്നെ വെക്കാം സാറേ. എടാ, ഇതിപ്പോ എപ്പോഴും കൊണ്ട് വെക്കാൻ പറ്റുമോ? എടാ, ഒരു തവണ ചാൻസ് കിട്ടിയപ്പോ അത് മാക്സിമം മുതലാക്കണമായിരുന്നു. ഇനിയും ചാൻസ് കിട്ടും സാറേ, അവിടെ എനിക്ക് പിഴക്കത്തില്ല. ആ എടാ, എനിക്ക് നിന്നെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇനിയിപ്പോ ഏതായാലും ജാമ്യം കിട്ടുമെങ്കിലും കേസ് നടക്കും. അവിടെ അവൻ എങ്ങനെ രക്ഷപ്പെടുമെന്ന് എനിക്കൊന്ന് കാണണം. പിന്നെ പോലീസിനെക്കാളും പേടിക്കണം അവനെ ഇപ്പൊ സംരക്ഷിക്കുന്ന ചിലരെ. ആ മാർക്കോയെ അവന്റെ കൂട്ടുകാരൻ്റെയും കാര്യം ഞാൻ പറഞ്ഞത്. പിന്നെ കണ്ണനും അവന്റെ കൂട്ടുകാരൻ അനന്തുമൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും അവനെ സഹായിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ ഒന്നിച്ചുള്ള യാത്ര ഒന്നും അധികമൊന്നും വേണ്ട. അവന്മാരൊക്കെ എന്നെ നിരീക്ഷിക്കുന്നുണ്ട്. എടാ, ഇവിടെ നല്ല ഫ്രൂട്ട്സ് കിട്ടും. ഞാൻ ദേ വരുന്നു. ശരി.